അമ്പലപ്പുഴയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ജി സുധാകരൻ വെള്ളാപ്പള്ളി നടേശനുമായിട്ട് കൂടിക്കാഴ്ച നടത്തി. വെള്ളാപ്പള്ളി നടേശൻ ഷോളൊക്കെ ഇട്ട് ജി സുധാകരനെ സ്വീകരിച്ചു. മുസ്ലിം ലീഗിൻ്റെ വിദ്യാർത്ഥി സംഘടനയായ MSFൻ്റെ ഒരു നേതാവ് പറയുന്നു, ജനപ്രതിനിധി കേരളത്തിൻ്റെ പുതിയ തലമുറയുടെ രാഷ്ട്രീയ ബോധത്തിൻ്റെ അന്തസ്സിന് യോജിച്ച രീതിയിലല്ല പ്രവർത്തിച്ചത്. കാരണം വിഷം വമിക്കുന്ന രീതിയിൽ പലതും പറയുന്ന ആളാണ് വെള്ളാപ്പള്ളി. സമൂഹത്തിൽ സ്പർദ്ധയുണ്ടാക്കുന്നു, ജാതിമത ഇക്വേഷനുകളെ മാറ്റിമറിക്കുന്നു. ഇത് പറയുന്നത് മുസ്ലിം ലീഗാണെന്നുള്ളതോട് ആലോചിക്കണം. അപ്പോൾ ഇനി കേരളത്തിൽ ഏതെങ്കിലും ഒരു സാമൂഹ്യ പശ്ചാത്തലമുള്ള നേതാക്കളെ കാണാൻ ജനപ്രതിനിധികൾ ചെല്ലണമെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ തിട്ടൂരം വേണം. കാരണം VD സതീശൻ മുഖ്യമന്ത്രി ആണോ എന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം ആവശ്യമായി രംഗത്തിറങ്ങിയിരിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിയും ഇസ്ലാമിസ്റ്റ് സ്വഭാവമുള്ള SDPI പോലെയുള്ള സംഘടനകളാണ്. മൊത്തത്തിൽ ഇനി മുസ്ലിം ഭരണമാണോ കേരളത്തിൽ നടക്കാൻ പോവുക? മുസ്ലിങ്ങൾക്ക് ഒരു മേൽക്കൈയുള്ള ഭരണമായിരിക്കും കേരളത്തിൽ. എനിക്ക് അതൊന്നുമല്ല വിഷയം. മുസ്ലിം ലീഗിൻ്റെ മൗനം ഡിസ്റ്റർബിംഗ് ആണ്. മുസ്ലിം ലീഗിൽ ആരെന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും കുറേ റാഡിക്കൽ എലമെൻറ്റ്സ് ഉണ്ട്. മുസ്ലിം ലീഗ് കുറേ കാലമായിട്ട് പോപ്പുലർ ഫ്രണ്ടിൻ്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെ ഒക്കെ പ്രഷർ സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ കാലം മുമ്പ് മുസ്ലിം ലീഗ് ഇവരെ കൂട്ടിത്തൊടിയില്ലായിരുന്നു. മുസ്ലിം സംഘടനകളുടെ യോഗം വിളിച്ചാൽ അതിൽ ജമാഅത്തെ ഇസ്ലാമിക്കോ പോപ്പുലർ ഫ്രണ്ടിനോ ഒരു പ്രവേശനം ഉണ്ടായിരുന്നില്ല. ആ രീതിക്ക് മുസ്ലിം ലീഗ് ഇവരെ ഐസൊലേറ്റ് ചെയ്തിരുന്നു. പക്ഷേ ഇവരുടെ പ്രഷറും എണ്ണവും കൂടിക്കൂടി വരുംതോറും മുസ്ലിം ലീഗിന് വഴങ്ങിക്കൊടുക്കേണ്ടി വന്നു. പിന്നെ ഇവരെ കൂടെ കൂട്ടത്തിലെടുക്കേണ്ടി വന്നു. മെല്ലെയാണെങ്കിലും അംഗീകരിക്കേണ്ടി വന്നു. മുസ്ലിം ലീഗിൻ്റെ ഉള്ളിൽ ഇതേ സ്വഭാവമുള്ള റാഡിക്കൽ എലമെൻറ്റ്സ് തലപൊക്കി. സാധാരണഗതിയിൽ ഈ ഡേഞ്ചർ മനസ്സിലാക്കി ഇവരെ നിയന്ത്രിക്കാനും തടയാനും ഒക്കെയുള്ള ഒരു ആർജവം മുസ്ലിം ലീഗ് കാണിക്കുമായിരുന്നു. പക്ഷെ അടുത്ത കാലത്തായിട്ട് അത് കാണുന്നില്ല. അടുത്ത കാലത്ത് എന്ന് പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം അതൊട്ടും കാണുന്നില്ല. പഴയ ലീഗായിരുന്നെങ്കിൽ ഈ VD സതീശന് വേണ്ടിയിട്ട് തെരുവിലിറങ്ങാനൊന്നും അവർ സമ്മതിക്കില്ല. ഒറ്റ ദിവസം ഇറങ്ങുള്ളൂ, കേരളത്തിലേക്കുന്നു. കാരണം അവർ VD സതീശൻ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല വേണമെന്നൊക്കെ അവർക്കുണ്ടാകും. അതവർ രാഹുൽ ഗാന്ധിയോട്, സോണിയാഗാന്ധിയോട്, AK ആൻ്റണിയോടൊക്കെ പറഞ്ഞാണ് അവർ സാധിക്കാറുള്ളത്. അല്ലാതെ തെരുവിൽ അവരെ ഒരിക്കലും കാണില്ല. കാരണം തെരുവിൽ അങ്ങനെ കാണുന്നത് ശരിയല്ല എന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് മാത്യു കുഴൽനാടൻ കമൻ്റ് അടിച്ചത്. അപ്പോൾ അതിന് തിരിച്ചും മുസ്ലിം ലീഗ് നേതൃത്വം ഒന്നും പറഞ്ഞില്ല. റോഡിൽ കിടന്ന് കുറേ ബഹളം വെച്ചു, ആരുടാന്ന് എന്നൊക്കെ ചോദിച്ചു പിള്ളേർ ബഹളം വെച്ചതല്ലാതെ മുസ്ലിം ലീഗ് ഔദ്യോഗികമായിട്ടൊന്നും പറഞ്ഞില്ല. എനിക്ക് അത്ഭുതം, സത്യത്തിൽ മുസ്ലിം ലീഗ് കുറച്ചുകൂടെ സ്ട്രിക്റ്റായിട്ട് ഈ റാഡിക്കൽ എലമെൻസിനെ കൺട്രോൾ ചെയ്യുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ അത് കാണുന്നില്ല. അവരായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഇത്രയും ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു, മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി VD സതീശനാണ്. അങ്ങനെ എവിടെയാണ് ലീഗ് പറഞ്ഞത്? ഞാൻ കേട്ടിട്ടില്ല. ഒരിടത്തും അവർ പറഞ്ഞിട്ടില്ല. 2 ആഴ്ച മുമ്പ് ഇത് ഏതോ സർവേയിൽ VD സതീശന് ഇത്ര വോട്ടുണ്ട് എന്നൊക്കെ അങ്ങനെ ഒരു ചോദ്യം പാണക്കാട് തങ്ങളോട് TV-ക്കാർ ചോദിക്കുന്നു. ബൈറ്റ് കൊടുക്കുമ്പോൾ നിന്നുള്ള സംസാരം. അത് ജനവികാരമാണല്ലോ കാണിക്കുന്നത് എന്ന് പാണക്കാട് തങ്ങൾ പറയും. ഇതിൽ കവിഞ്ഞ് VD സതീശനെ പറ്റി അവരൊരു അക്ഷരം വേണ്ടിയിട്ടില്ല ഇന്ന് വരെ. പിന്നെ എന്താണ് എല്ലാവരും മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി VD സതീശനാണെന്ന് പറയുന്നത്? എനിക്കറിയില്ല. എന്നാൽ മുസ്ലിം ലീഗ് അത് ക്ലാരിഫൈ ഉണ്ട്. അവർ പറയണം, ഞങ്ങളുടെ ചൊല്ലി പബ്ലിക് പ്രസ്താവനകളോ സംഗതികളോ ഒന്നും തന്നെ ഞങ്ങൾ നടത്തിയിട്ടില്ല. ഞങ്ങളോട് കോൺഗ്രസ് ചോദിക്കുമ്പോൾ ഞങ്ങൾ അതിൻ്റെ അഭിപ്രായം പറയും. ഞങ്ങൾക്ക് ഈ 3 പേരിൽ ആരായാലും വിരോധമൊന്നുമില്ല എന്ന് അതവർ പറയുന്നുമില്ല. ഞാൻ ചോദിക്കട്ടെ, VD സതീശൻ അധികാരത്തിൽ വന്നാൽ മുസ്ലിം ലീഗിന് എന്ത് പ്രത്യേക ഗുണമാണ് ഉണ്ടാകാൻ പോകുന്നത്? VD സതീശൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും രമേശ് ചെന്നിത്തലയും മുസ്ലിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ സദാസന്നദ്ധനാണ്. KC വേണുഗോപാൽ മുസ്ലിങ്ങൾക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാണ്. പിന്നെന്ത് വേണം? ഈ VD സതീശൻ 2 തവണ മരിക്കുമോ? 1 തവണയല്ലേ മരിക്കാൻ പറ്റുള്ളൂ. VD സതീശൻ രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും
മുസ്ലിങ്ങൾക്ക് വേണ്ടി മരിക്കാൻ വരെ തയ്യാറായ കോൺഗ്രസ് നേതാക്കളാണ്. പിന്നെ ഈ റാഡിക്കൽ മുസ്ലിംസിന് ആവശ്യം അവരെ സേവിച്ചാൽ മാത്രം പോരെ, ഹിന്ദുക്കളെ ദ്രോഹിക്കുകയും കൂടെ വേണം. അതിനും ഈ 3 പേരും തയ്യാറാണ്. ഒട്ടും മോശമല്ല. മീശ നോവൽ ഇറങ്ങിക്കഴിഞ്ഞ് വിവാദമായി കഴിഞ്ഞപ്പോൾ മീശ നോവൽ സ്വന്തം ചെലവിൽ അച്ചടിച്ച് പ്രസിദ്ധീകരിക്കാമെന്ന് പറഞ്ഞ കക്ഷി രമേശ് ചെന്നിത്തലയാണ്. ഇവരൊക്കെ നല്ല ഒന്നാന്തരം ഹിന്ദു വിരുദ്ധരാണ്. തക്കം കിട്ടിയാൽ ഹിന്ദുക്കളെ അവനെ ഞാൻ ഒതുക്കിത്തരാമെന്ന് പറഞ്ഞ് ഒതുക്കുകയും ചെയ്യും. പിന്നെന്താ വേണ്ടത് മുസ്ലിം ലീഗിന്? പിന്നെന്തിനീ വേണം? സതീശൻ വേണമെന്നൊക്കെ പറയാൻ. എന്താ സതീശൻ ചെയ്യുന്ന സകല ജോലി ഈ 2 പേരും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല മുസ്ലിം ലീഗിന് സതീശനോടൊരു പ്രത്യേക സ്നേഹമുണ്ടെന്ന്. കാരണം ഇത് മുസ്ലിം ലീഗിന് അറിയാം, ഈ 3 പേരും അവർ വരച്ച വരയ്ക്കപ്പുറം പോകാൻ പോകുന്നില്ല. പക്ഷേ സതീശനാണ് ജമാഅത്ത് ഇസ്ലാമിയെ ഏറ്റവും അധികം ആശ്ലേഷിച്ചത്, അല്ലെ ആദ്യം കൂടെ. അപ്പോൾ മനസ്സിലാകുന്നത് ഞങ്ങളുടെ നിലപാടുകളോട് ഏറ്റവും കൂടുതൽ യോജിക്കുന്ന സതീശനാണ്. സതീശൻ്റെ അടുത്ത് നാളെ ഒരു ബാർഗനിങ് തന്ത്രം ഉപയോഗിക്കും. കാരണം ഞങ്ങൾ പറഞ്ഞിട്ടാണ് നിങ്ങളെ മുഖ്യമന്ത്രിയാക്കിയത്, ഹൈക്കമാൻഡ് ഞങ്ങളുടെ അടുത്തൊന്ന് ചോദിച്ചിരുന്നു. ഈ രീതിയിൽ SDP, ജമാഅത്ത് ഇസ്ലാമി, മുസ്ലിം ലീഗ് തീവ്ര സ്വഭാവമുള്ളവരെല്ലാം കൂടെ ഒന്നിച്ചു കൂടിയതാണെങ്കിലോ? ഇത് അതൊക്കെ വെറുതെ ഇപ്പം പറയാമെന്നുള്ളതല്ലാതെ കോൺഗ്രസ്സിന് മുസ്ലിം ലീഗ് ഇല്ലാതെ മറ്റ് ഘടകകക്ഷികളുമായിട്ട് ഇപ്പോൾ ഭരിക്കാനുള്ള ഭൂരിപക്ഷമുണ്ട്. അതുകൊണ്ട് ഒരിക്കൽ മുഖ്യമന്ത്രിയായി കഴിഞ്ഞാൽ സതീശനെ വിരട്ടാം. ഞാൻ കാരണമാണ് താൻ മുഖ്യമന്ത്രിയായത്, നീ കാരണമൊന്നുമല്ല, നീ ഇറങ്ങിപ്പോടാ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ അത് ഈ ബ്ലാക്ക് മെയിൽ രാഷ്ട്രീയം ഒരിക്കൽ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ബ്ലാക്ക് മെയിലിംഗ് വർക്ക് ചെയ്യണമെന്നില്ല. ഇപ്പോൾ ചിലപ്പോൾ വർക്ക് ചെയ്യും. ചേട്ടൻ്റെ പേര് ഞാൻ പറഞ്ഞോളാം, ഞാനത് നിർബന്ധിച്ച് ഞാനത് ശരിയാക്കി തരാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോഹമൊക്കെ തോന്നും. ബട്ട് ഒരിക്കൽ മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞാൽ പിന്നെ ഭീഷണിക്ക് വഴങ്ങേണ്ട കാര്യം എന്താ? മാത്രമല്ല അങ്ങനെ ഭീഷണി അതിൻ്റെ ഒന്നും ആ സ്റ്റേജിലേക്കൊന്നും പോകില്ല. നിങ്ങൾ കണ്ണ് കാണിച്ചു കഴിഞ്ഞാൽ കീഴടങ്ങാൻ തയ്യാറുള്ളവരാണ് കോൺഗ്രസ്സുകാർ. മനസ്സിലായി? നിങ്ങളുടെ ഉള്ളിലെ ആഗ്രഹം എന്താണെന്ന് അറിഞ്ഞ് അത് നേരത്തെ തന്നെ നടപ്പായി. മാത്രമല്ല നിങ്ങൾ മന്ത്രിസഭയിൽ ഉണ്ടാകുകയും ചെയ്യും. നിങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ ഒരു ഓശാരത്തിൻ്റെ ആവശ്യമില്ല നിങ്ങളുടെ കാര്യങ്ങൾ നടത്താൻ. പിന്നെന്താണ് പ്രശ്നം? അപ്പം അതുകൊണ്ട് ഈ സതീശൻ വേണം എന്നൊക്കെ മുസ്ലിം ലീഗ് വാശി പിടിച്ചു എന്നുള്ളത് ഞാനിപ്പോഴും വിശ്വസിക്കുന്നില്ല. സംഭവം എൻ്റെ ഒരു നിരീക്ഷണത്തിലുണ്ടില്ല, കേരളത്തിലെ മാധ്യമങ്ങളിൽ ശക്തമായൊരു സതീശൻ ഗ്രൂപ്പുണ്ട്. സതീശൻ്റെ ഭക്തരായിട്ടുള്ള മാധ്യമപ്രവർത്തകർ കുറേ ചാനലുകളിലുണ്ട്. അവരാണ് ഈ മരണവെപ്രാളം മുഴുവൻ കാണിക്കുന്നത്. അവർ ഈ ഇഷ്യൂ ഇങ്ങനെ ഇട്ട് അലക്കിക്കൊണ്ടിരിക്കുന്നു. VD സതീശൻ വാസ്തവത്തിൽ ഏഷ്യാനെറ്റിൻ്റെ ഒരു സൃഷ്ടിയാണ്. അതല്ലാതെ ഇപ്പോൾ VD സതീശൻ പടനായകൻ ഭരിക്കട്ടെ, എന്ത് പടം നയിച്ചു, ആർക്കെതിരെ പടം നയിച്ചു, എന്ത് ചെയ്തു എന്നാണ് VD സതീശൻ. ഈ രമേശ് ചെന്നിത്തലയോ KC വേണുഗോപാലോ ചെയ്യാത്ത എന്ത് മഹാകാര്യമാണ് കോൺഗ്രസ്സിലിരുന്നുകൊണ്ട് VD സതീശൻ ചെയ്തിരിക്കുന്നത്? ഐ ഡോണ്ട്. പിന്നെ VD സതീശൻ എന്ത് ചെയ്തു കഴിഞ്ഞാലും മീഡിയയിൽ വരും. അതാണ് ഞാൻ പറഞ്ഞത്. മീഡിയയിൽ കുറേ ഫ്രണ്ട്സിനെ ഉണ്ടാക്കിയിട്ട് അവരെ കൊണ്ട് ഒരു അന്തരീക്ഷം ഉണ്ടാക്കുക, ഈ പരിപാടിയാണ് VD സതീശൻ ചെയ്യുന്നത്. VD സതീശൻ്റെ കളി തോറ്റുപോയതും അവിടെയാണ്. പുള്ളി സ്വയം VS അച്യുതാനന്ദനാണെന്ന് വിചാരിക്കുകയും കോൺഗ്രസ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്ന് വിചാരിക്കുകയും തെരുവിൽ ബഹളം വെച്ച് കഴിഞ്ഞാൽ തന്നെ മുഖ്യമന്ത്രിയാക്കും, VSന് സ്ഥാനാർത്ഥിത്വം കൊടുത്ത പോലെ തന്നെ മുഖ്യമന്ത്രിയാക്കും എന്നൊക്കെ ധരിച്ചിട്ട് ബേസിക്കലി ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് VD സതീശൻ. ഞാൻ പലതവണ പറഞ്ഞു. അപ്പോൾ ആ ഒരു സ്വഭാവം കാണിച്ചു, അത് ബാക്ക് ഫയർ ചെയ്തു. ഇതാണ് VD സതീശന് സംഭവിച്ചിരിക്കുന്നത്. ഫാത്തിമ തെഹരി എന്ന് പറയുന്ന ഒരു വനിതാ നേതാവിനെ ലീഗ് അവതരിപ്പിച്ചപ്പോൾ TP രാമകൃഷ്ണനെ തോൽപ്പിക്കാനായിട്ട് ജമാഅത്ത് ഇസ്ലാമിക്ക് ഒന്നടങ്കം ഇറങ്ങി. അതായത് മുസ്ലിം വോട്ടുകൾ മൊത്തം നമ്മുടെ സ്ഥാനാർത്ഥിക്ക് വേണമെന്ന് പറഞ്ഞു. ഇവിടെ വെള്ളാപ്പള്ളി നടേശനും G സുധാകരനും തമ്മിൽ കണ്ടപ്പോൾ MSFൻ്റെ നേതാവ് പറയാണ്, നിങ്ങൾ നമ്മുടെ രാഷ്ട്രീയ പാരമ്പര്യത്തെ അട്ടിമറിച്ചു. അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ തിട്ടൂരം അനുസരിച്ച് മാത്രമേ സാമുദായിക നേതാക്കളെ പോലും ജനപ്രതിനിധികൾ കാണാവൂ എന്ന തരത്തിലേക്ക് വരുന്നില്ലേ? എന്നില്ല. ഈ വെള്ളാപ്പള്ളി നടേശൻ പലതവണ
മുസ്ലിങ്ങളെ കുത്തി സംസാരിച്ചിട്ടുണ്ട്, അനർഹമായ ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നു, പിടിക്കുന്നു എന്നൊക്കെ. അപ്പോൾ വെള്ളാപ്പള്ളി അവരുടെ ഒരു ടാർഗറ്റാണ്. അപ്പോൾ വെള്ളാപ്പള്ളിയെ അൺടച്ചബിൾ ആക്കുക എന്നൊരു അജണ്ട അവർക്കുണ്ട്. വെള്ളാപ്പള്ളിയെ ആരും പോയി കാണരുത്, ഐസൊലേറ്റ് ചെയ്യുക, മാധ്യമങ്ങൾ പോലും ശ്രദ്ധിക്കാതെ വയസ്സായി അങ്ങനെ വെള്ളാപ്പള്ളി ആരും അറിയാതെ മരിച്ചു പോകണമെന്ന് അവരാഗ്രഹിക്കുന്നു. അതിന് വിരുദ്ധമായിട്ട് ജി സുധാകരൻ ചെയ്യുമ്പോൾ അവർക്ക് ദേഷ്യം വരും. മാത്രമല്ല, ജി സുധാകരനെ അവരും കൂടെ ചേർന്നാണ് ജയിപ്പിച്ചിരിക്കുന്നത്. അമ്പലപ്പുഴയിൽ ചെറുതാണെങ്കിലും മുസ്ലിം സാന്നിധ്യമുണ്ട്. ഈ ജമാഅത്തെ ഇസ്ലാമി പോപ്പുലർ ഫ്രണ്ടിൻ്റെയൊക്കെ നല്ല സാന്നിധ്യമുള്ള സ്ഥലമാണ് അമ്പലപ്പുഴ. അപ്പം ഞങ്ങളും കൂടെ ചേർന്ന് ജയിപ്പിച്ചിട്ട് നമ്മളെ കുത്തിപ്പറയുന്നവനെ കാണാൻ പോയിരിക്കുന്നു. ഇതാണ് ചോദ്യം. പക്ഷേ ഈ പാണക്കാട് കുടുംബത്തിലൊരു പാരമ്പര്യം ഉണ്ടായിരുന്നു. ലീഗിനെ എപ്പോഴും സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് നിയന്ത്രിച്ചിരുന്നത്. ഇപ്പം ആ പാണക്കാട് തങ്ങളുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ലീഗിലെ തീവ്ര നിലപാടുള്ളവർ പാർട്ടിയെ നിയന്ത്രിക്കുന്നു. പാർട്ടിയെ നിയന്ത്രിക്കുന്നൊന്നുമില്ല, പക്ഷേ തീവ്ര നിലപാട് ഉള്ളവർക്ക് അപ്പർ ഹാൻഡ് കൂടിക്കൂടി വരുന്നു പാർട്ടി. അതൊരു മോശം കാര്യമാണ്. അതിൽ വലിയൊരു പങ്ക് കെ എം ഷാജിക്കുണ്ട്. കെ എം ഷാജിയുടെ ആ ഒരു പ്രസംഗമുണ്ടല്ലോ, മതമാണ് 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 പ്രശ്നം. എന്തിനായിരുന്നു കെ എം ഷാജി ആ ബലം പിടിച്ചതെന്ന് എനിക്ക് മനസ്സിലാവും. ഏത് കോണ്ടെക്സ്റ്റിലായിരുന്നു ആ ബലം പിടുത്തം? എന്തോ അവരുടെ മതത്തിന് എന്തോ വലിയ ആപത്ത് വരാൻ പോകുന്നു എന്നുള്ള മട്ടിൽ ഉള്ള പ്രസംഗം. മതമാണ് പ്രശ്നം എന്ന് ശാന്തമായിട്ട് പറയുന്നതും ഒരു പ്രസംഗത്തിൽ മതമാണ് 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 പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് പറയും. ഇത് തമ്മിൽ വ്യത്യാസമുണ്ട്, തീവ്രത കൂടി. അപ്പോൾ അത് എന്തോ ഒരു കേൾക്കുന്നവരിലൊരു പെർസിക്യൂഷൻ മാനിയ ഉണ്ടാക്കുക, അവരെ ആരോ ഉപദ്രവിക്കാൻ വരികയാണ്, വിട്ടുകൊടുക്കുകയില്ല എന്നൊക്കെ കാണിക്കുക. അത് ദാറ്റ് ക്രിയേറ്റഡ് ലോട്ട് ഓഫ് പ്രോബ്ലംസ്. പക്ഷേ ഇന്ന് വരെ മുസ്ലിം ലീഗിൻ്റെ ഔദ്യോഗിക നേതൃത്വം പറഞ്ഞത് ശരിയായില്ല എന്ന് പറഞ്ഞില്ല, അല്ലെങ്കിൽ അതൊരു പ്രോപ്പർ കോണ്ടെക്സ്റ്റിൽ ആണ് പറഞ്ഞത് എന്ന് പറയുക. അത് ഷാജിയും ചെയ്തില്ല, മുസ്ലിം ലീഗ് നേതൃത്വവും ചെയ്തില്ല. അത് വളരെ മോശം സിഗ്നൽ മറ്റ് സമുദായങ്ങൾക്ക് കൊടുക്കുകയും അവരുടെ തന്നെ സമുദായത്തിലെ റാഡിക്കൽ എലമെൻസിന് ഒരു ആവേശം പകരുന്നതുമായ ഏർപ്പാടായി. മുസ്ലിം ലീഗ് ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല. ചരിത്രത്തിൽ ആദ്യമായിട്ട് കെ എം ഷാജിയാണ് ചെയ്യുന്നത്.